കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ മാർച്ചും ധർണയും ഓഗസ്റ്റ് 2-ന് ആലപ്പുഴയിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയുക, PFRDA നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ 36 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ DEO ഓഫീസിന് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന മാർച്ച് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന ധർണ മുൻ MP അഡ്വക്കേറ്റ് CS സുജാത ഉദ്ഘാടനം ചെയ്യും. KSTA ജില്ലാ പ്രസിഡന്റ് C ജ്യോതികുമാർ അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ 11 വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നും 3000-ലധികം അധ്യാപകർ മാർച്ചിലും ധർണയിലും പങ്കെടുക്കും. കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനം, കേരളത്തിലെ അധ്യാപകരുടെ ആശയും ആവേശവും അഭിമാനവും പ്രതീക്ഷയും ഒക്കെയായി കരുതുന്ന ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 2-ാം തീയതി സംസ്ഥാനമൊട്ടാകെ ഒരു വലിയ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ പ്രക്ഷോഭ പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സെക്രട്ടേറിയറ്റിലേക്കും നമ്മുടെ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും തുടങ്ങി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കേവലം അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾക്കപ്പുറം അല്ലെങ്കിൽ അധ്യാപക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനപ്പുറം സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ ബുദ്ധിമുട്ടുകളാകെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ചും ധർണയും KSTA ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് C ജ്യോതികുമാറിൻ്റെ അധ്യക്ഷതയിൽ ആരംഭിക്കുകയും ജില്ലാ സെക്രട്ടറി PD ജോഷി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ധർണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MPയുമായിട്ടുള്ള സഖാവ് CS സുജാതയാണ്. ഇതിന് അഭിവാദ്യം അറിയിക്കുന്നത് സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് MS പ്രശാന്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് V അനിത, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് CS സത്യജ്യോതി എന്നിവരാണ് അഭിവാദ്യം അറിയിക്കുന്നത്.